നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നിലവിൽ ലോക്സഭയിലും രാജ്യസഭയിലും NDAക്ക് കേവല ഭൂരിപക്ഷം ഉണ്ട്. എന്നാൽ 2/3 ഭൂരിപക്ഷം കൃത്യം പ്രായോഗികമാകുന്ന ഘട്ടത്തിൽ ഭേദഗതികൾ നിരവധി കൊണ്ടുവരും. അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സാധാരണക്കാരായ ജനങ്ങളെ തന്നെയായിരിക്കും. കോർപ്പറേറ്റ് നയങ്ങൾ കൂടുതൽ ശക്തമായി പരിഷ്കരിക്കാനും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ബാക്കിയില്ലാതെ വിറ്റഴിക്കാനും കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ തന്നെ ആഗ്രഹം കാണിച്ചിരുന്നു. അത് തകൃതിയിൽ നടക്കുന്നുമുണ്ട്. ഇനി നടക്കാൻ പോകുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡീലിമിറ്റേഷൻ നടപടികൾ ഉൾപ്പെടെ വനിതാ സംവരണ ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നിലവിൽ വർഷങ്ങളായുള്ള ഭരണഘടനാ സംവിധാനങ്ങളിൽ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലുള്ള BJPയുടെ നയങ്ങൾ തന്നെയാണ്, NDAയുടെ നയങ്ങൾ തന്നെയാണ്. അത് നാഗ്പൂരിൽ നിന്നും തീരുമാനിക്കുന്ന പോലെ തന്നെ ആയിരിക്കും BJP കേന്ദ്ര നേതൃത്വം അത് നടപ്പിലാക്കുന്നത്. നിലവിലെ ഈ മുന്നണി സംവിധാനം, അതായത് BJPക്ക് അധികമായി കിട്ടുന്ന MP മാർ, നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മമതയുടെ വിമത MP മാർ അവർ BJPയുമായി സഖ്യം ചേരാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റാലിൻ്റെ DMK BJPയുമായി അടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്തരത്തിൽ BJPയുടെ അംഗബലം എപ്പോഴാണോ ലോക്സഭയിൽ 352 ആവുക, 2/3 ഭൂരിപക്ഷം നേടിയെടുക്കുക, ആ സമയത്ത് BJP തനിക്കുണം കാണിക്കാൻ ഇരിക്കുകയാണ്. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നിരാശാജനകമായി 240 ഒതുങ്ങി കേവല ഭൂരിപക്ഷം പോലും നഷ്ടപ്പെട്ട സ്ഥിതിഗതി ഉണ്ടായപ്പോൾ അത് തെല്ലൊന്നുമല്ല നരേന്ദ്രമോദിയെ അസ്വസ്ഥപ്പെടുത്തിയത്. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ഒരു ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കാതെ ജനഹിതത്തെ അട്ടിമറിക്കാൻ വേണ്ടി പല പദ്ധതികൾ അവലംബിച്ചു. സാധാരണയായി BJPക്ക് അത്യാവശ്യം വളക്കൂറുള്ള ഉത്തർപ്രദേശ് ആയിരുന്നാലും അതുപോലെ ഹിന്ദി ഹൃദയഭൂമി മേഖലയിലായിരുന്നാലും അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള സീറ്റുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊയ്തെടുക്കാൻ കഴിയാത്തത് അവരെ വല്ലാതെ ആഘാതത്തിലാക്കി. എന്തിനധികം പറയുന്നു, മഹാരാഷ്ട്രയിൽ അവർക്ക് തിരിച്ചടിയാണ് കിട്ടിയത്. BJP 10 താഴെ സീറ്റിലേക്ക് 2014 ശേഷം ഉണ്ടായിട്ടേയില്ല. അത്തരത്തിൽ കണക്കെടുത്തപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒക്കെ അട്ടിമറി നടത്തി മുഖ്യമന്ത്രിമാരെ നേടിയെടുത്തത്. അതുവരെ BJP മുഖ്യമന്ത്രിമാരല്ലായിരുന്നു ഈ 2 സംസ്ഥാനങ്ങൾ ഭരിച്ചത് എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഇതുപോലെ തന്നെയാണ് ഓരോയിടത്തും അവർ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുന്നത്. രാജ്യസഭയിൽ അട്ടിമറി നടത്താൻ കോഴപ്പണം ഉപയോഗിച്ച് വലിയ ട്വിസ്റ്റുകൾ നടത്തുന്നത്, ലോക്സഭയിലും അതേ രീതിയിലുള്ള പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത് 2/3 ഭൂരിപക്ഷം നേടുമ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള പല സുപ്രധാന ബില്ലുകളും ഉണ്ടാകും. ഓർഡിനൻസ് രൂപേണ രാഷ്ട്രപതിയെ കൊണ്ട് വലിയ രീതിയിലുള്ള പാതകങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ BJPക്ക് ഏറ്റവും രസകരം പ്രതിപക്ഷത്തെ നിർജീവമാക്കിക്കൊണ്ട് പാർലമെൻറ്റിൽ അവർ ആഗ്രഹിക്കുന്ന മട്ടിലും ഭാവത്തിലും അവർ നിയമസംഹിതയെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണഘടനയെ താറുമാറാക്കിക്കൊണ്ട് ബില്ലുകൾ അവതരിപ്പിക്കുക, പല സംവരണങ്ങളും എടുത്തു കളയുക, മണ്ഡൽ കമ്മീഷൻ താറുമാറാക്കുക, ഇത്തരത്തിൽ നിരവധി പദ്ധതികളാണ് അവരുടെ മനസ്സിൽ.